ഇവിടെ പറഞ്ഞിട്ടേ ഉള്ളൂ. അയ്യോ, ഇത് എപ്പോഴായിരുന്നു പ്രസവം? ഇന്നലെ രാത്രി ആയിരിക്കും. അയ്യോ, തൊടണ്ട തൊടണ്ട, എന്താ അതിന് ബുദ്ധിമുട്ടാക്കല്ല. ഇത് ഒന്നിനെ പോലെ ഇനി മൂന്നെണ്ണത്തിന് ഉണ്ട്. അതിന് തടകുമ്പോ അത് സുഖിക്കും. ഏതവനാടി അങ്ങനെ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ അണ്ണാൻ കുഞ്ഞ് പ്രസവിച്ചത്. സത്യം പറഞ്ഞാൽ ഇത് പെണ്ണാണെന്ന് പോലും അറിയില്ലായിരുന്നു. 2-3 ദിവസമായി കുഞ്ഞുങ്ങളിങ്ങനെ വയറൊക്കെ വീർത്ത് എന്നൊക്കെ പറയുന്നു. ഞാൻ തമാശയാക്കുകയും ചെയ്തു എന്താ ഗർഭിണിയാണോ എന്നൊക്കെ. പക്ഷേ പിറ്റേന്ന് രാവിലെ അത് എഴുന്നേൽക്കാതായപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോഴും 2 ആൾ പ്രസവിച്ചിരിക്കുന്നു. അങ്ങനെ ചേട്ടൻ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ചേട്ടനെ വിളിച്ച് കാണിച്ചു. അയ്യോ, ഇനി ഇത് വർഷാവർഷം ഇങ്ങനെ പ്രസവിച്ചിടുമോ എന്നൊക്കെ ചോദിച്ചു ചേട്ടൻ ഇങ്ങനെ. കാരണം ഒരാളെ തന്നെ നമ്മൾ അത്രയും ഇതായിട്ടാണ് വളർത്തുന്നത്. കാരണം പൂച്ച കഴിഞ്ഞ ദിവസം പൂച്ചയൊക്കെ കടിച്ചുകൊണ്ട് പോയി. അതിനെ എങ്ങനെയൊക്കെയോ ഓടിപ്പിടിച്ചാണ് അതിനെ രക്ഷിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇതുപോലെ ഇതിനൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ചില്ലറ ജോലിയല്ലല്ലോ. ഇതിനെ പുറത്തും കൂടി വിടുന്നത് കൊണ്ട് പേടിയാണ് വല്ല പൂച്ചയോ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോകുമോ എന്നുള്ളത്. അങ്ങനെ പിന്നെ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് നമ്മളതിന് ഫുഡൊക്കെ കൊടുത്തു. രാവിലെ എന്നും 8 മണിയാകുമ്പോഴൊക്കെ അത് പുറത്ത് പോകും. വൈകുന്നേരം 5:30 ആകുമ്പം തിരിച്ചു വരും. അപ്പോൾ ഇത് പ്രസവിച്ചത് കൊണ്ടാണെന്നൊന്നും പോകുന്നില്ല. അങ്ങനെ നമ്മളവിടെ ഫുഡൊക്കെ കൊടുത്തു. അതിന് നല്ല വിശപ്പും ഉണ്ടെന്ന് തോന്നുന്നു. രാത്രിയാണെന്ന് തോന്നുന്നു പ്രസവമൊക്കെ കഴിഞ്ഞത്. നമുക്ക് തന്നെ പേടിയാണ് അതിനെ അങ്ങനെ നോക്കാനൊക്കെ പറ്റുന്ന പ്രായമായോ എന്തോ അറിഞ്ഞൂടാ. അതിൻ്റെ കളി കാണുമ്പോൾ നമുക്കാണ് പേടിയാണ്. കുഞ്ഞുങ്ങളെ എന്തെങ്കിലും വേദനയാണെന്നുണ്ടാവോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. കാരണം കളിക്കുന്ന കാണുന്നില്ലേ, അതിങ്ങനെ അതിനെ ചവിട്ടി പിള്ളേർ അതാണ് പേടി. അയ്യോ, അതിനെ ചവിട്ടി ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, അതിൻ്റെ അമ്മയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് നല്ല വിശപ്പും ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നമ്മുടെ കയ്യിലെത്തിയിട്ടിപ്പോൾ ഇനി ഫെബ്രുവരി 28 ആകുമ്പോഴേക്കും 1 വർഷം ആവുകയേ ഉള്ളൂ. അപ്പോഴേക്കും അത് അമ്മയായി. ഇനിയിപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ ജീവനൊന്നും ആപത്തില്ലാതെ അതിന് വളർത്താൻ പറ്റട്ടെ എന്നാണ് ഇപ്പോൾ പ്രാർത്ഥന. കാരണം നമ്മളെ അടുത്തായിട്ട് പിന്നെ എന്തെങ്കിലും അതിന് അപകടം പറ്റുമ്പോൾ ഒരു വിഷമമല്ലേ. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെ പൂച്ച നമ്മളെ ഫ്രണ്ടിൽ നിന്നാണ് പിടിച്ച് കടിച്ചുകൊണ്ട് പോയത്. പിന്നെ അതിനെ രക്ഷിച്ചുകൊണ്ട് വരാൻ പെട്ട പാട് ചില്ലറയില്ല. അപ്പോൾ നമ്മൾ പോറ്റുന്ന ഒരു സാധനത്തിനല്ല നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഒന്ന് ജീവൻ പോകുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ സ്നേഹിച്ച് വളർത്തുമ്പോൾ നമുക്ക് അതാണ് എന്തെങ്കിലും സ്നേഹിച്ച് വളർത്തുന്നത്. അതിപ്പോൾ അണ്ണാനല്ല, പൂച്ചയല്ല, പട്ടിയല്ല, എന്തായിക്കഴിഞ്ഞാൽ അപകടം വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഇതിനെ തന്നെ ഞാൻ രക്ഷിച്ചുകൊണ്ട് വന്നതായിരുന്നു. ചെറുതായ സമയത്ത് പൂച്ചേൻ്റെ വായിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നതായിരുന്നു. അങ്ങനെ അത് നമ്മളുമായിട്ട് നല്ല കൂട്ടായി. ഇതുപോലെ വിട്ടപ്പോൾ പോലും തിരിച്ചു വരും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ ഇത് തന്നെ വന്ന് ഇത് തന്നെ ഇവിടെ സ്വന്തം വീട് പോലെ അതിപ്പോൾ എന്താ പറയുക, ഇത് പഞ്ഞിയൊക്കെ അത് തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പോൾ നമ്മളെ കൂടെ കഴിയണത്.